ഒരൊറ്റ ദൈവിക ശക്തി, പക്ഷെ പേരുകളോ 1000. ഓരോ പേരിനും പിന്നിലും വലിയ വലിയ അർത്ഥങ്ങളും. ഇതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ലളിതാ സഹസ്രനാമം. അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഈ മഹത്തായ ജ്ഞാനത്തിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതാണ് ലളിതാദേവി. ശരിക്കും എന്തിനായിരിക്കും ദേവിക്ക് 1000 പേരുകൾ? വെറുതെ ഒരു പേരല്ല, 1000. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തെക്കുറിച്ചും എന്തിന് നമ്മളെക്കുറിച്ചു പോലും എന്ത് രഹസ്യങ്ങളായിരിക്കും ഈ ഓരോ പേരിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക? നമുക്കതൊന്ന് ചുരുകഴിച്ചു നോക്കാം. അപ്പോ ഈ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾക്കൊരു വഴികാട്ടിയുണ്ട്. പണ്ടുമുതലേയുള്ള ഈ ജ്ഞാനത്തെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് വിശദീകരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ വാക്കുകൾ ആ വ്യാഖ്യാനത്തിന്റെ രചയിതാവായ മാസ്റ്റർ കെ പാർവതികുമാറിന്റേതാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നറിയാമോ? വളരെ ലളിതം. ഈ വലിയ വലിയ ഫിലോസഫികളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒന്നാക്കി മാറ്റുക, അത്രയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ലളിതാദേവിയുടെ ഏറ്റവും ശക്തിയേറിയ ചില നാമങ്ങളെയും അതിന്റെ അർത്ഥങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ പേരുകളുണ്ടല്ലോ, അത് നമ്മളോട് സംസാരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തിയെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം നോക്കുന്ന പേര് മഹാശക്തി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, മഹത്തായ ശക്തി അഥവാ ദ ഗ്രേറ്റ് പവർ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനും, സകല സൃഷ്ടികൾക്കും പിന്നിലുള്ള ആ ഒരൊറ്റ ഊർജം, അതാണ് മഹാശക്തി. ഇപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂ, ഈ മഹാശക്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് തൊടാനും കാണാനും പറ്റാത്ത എന്തോ വലിയ കാര്യമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഒരു യോഗിയുടെ ഉത്സാഹത്തിലുണ്ടല്ലോ, അതാണ് മഹാശക്തി. ഒരു കലാകാരൻ പുതിയതൊന്നും ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു തീപ്പൊരിയില്ലേ, അതാണ് മഹാശക്തി. എന്തിന്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിനെ നിലനിർത്തുന്ന ആ ശക്തി വരെ മഹാശക്തിയുടെ പല രൂപങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ അത് നമ്മളിലും നമുക്ക് ചുറ്റുമുണ്ട്. അടുത്തത് കുണ്ടലിനി. ഈ വാക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണിത്? ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ച ഊർജം, അതായത് ആ മഹാശക്തി തന്നെ ഓരോ ജീവജാലത്തിന്റെയും ഉള്ളിലുണ്ട്. ഒരു പാമ്പിനെ പോലെ ചുരുണ്ട് നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും താഴെയായി അത് ഉറങ്ങിക്കിടക്കാണ്. ഉണർത്തപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ ശക്തി. ഇതിനെ നമ്മുടെ ഉള്ളിലൂടെയുള്ള ഒരു യാത്രയുടെ മാപ്പായിട്ട് കാണാം. അപ്പോ ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തി ഉണരുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളിലൂടെയും, അതായത് ചക്രങ്ങളിലൂടെയും മുകളിലേക്ക് യാത്ര തുടങ്ങും. ഓരോ ചക്രവും കടന്ന് അവസാനം തലയുടെ ഏറ്റവും മുകളിലുള്ള സഹസ്രാരത്തിലെത്തുമ്പോൾ അവിടെ വെച്ച് അത് പരമമായ ബോധവുമായി ഒന്നായി ചേരുന്നു. ഇതിനെയാണ് നമ്മൾ പൂർണ്ണമായ ആത്മീയ ഉണർവ് എന്ന് പറയുന്നത്. അപ്പോ പ്രപഞ്ച ഊർജം എന്താണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത ചോദ്യം, എങ്ങനെ? ഒരു ആത്മീയ അന്വേഷകനെ ഈ പാതയിലൂടെ എങ്ങനെ മുന്നോട്ടു പോകാം? നമുക്ക് നോക്കാം. അടുത്ത നാമം ഭാവനാഗമ്യ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ദേവിയെ പ്രാപിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ സത്യം മനസ്സിലാക്കാൻ കഴിയുന്നത് പുറമേയുള്ള പൂജകളോ യാന്ത്രികമായ ചടങ്ങുകളോ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആ ശുദ്ധമായ അനുഭൂതിയിലൂടെയും ബോധാവസ്ഥയിലൂടെയുമാണ് എന്നാണ് ഈ പേര് നമ്മളോട് പറയുന്നത്. ഇതൊന്ന് നോക്കിക്കേ. ഈ താരതമ്യം ആ ആശയം ഒന്നുകൂടി ക്ലിയറാക്കും. നമ്മൾ പുറമേ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളും മന്ത്രം ചൊല്ലലുമൊക്കെ ഒരുപക്ഷെ നമ്മളെ സഹായിച്ചേക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ യഥാർത്ഥ പാത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആന്തരികമായ സാക്ഷാത്കാരവും നമ്മുടെ ഉദ്ദേശശുദ്ധിയുമാണ് പ്രധാനം. അപ്പോ എങ്ങനെയാണ് ഈ ആന്തരികമായ പാത? ഇതൊരു 3 ഘട്ടങ്ങളുള്ള യാത്രയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിൽ എല്ലാ സൃഷ്ടികളിലും ആ ദൈവികതയെ കാണാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഉള്ളിലേക്ക് നോക്കുക. ഈ ഞാൻ എന്നു പറയുന്ന ബോധത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുക. മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ്, ആ ഞാനും ഈ പ്രപഞ്ചവും രണ്ടല്ല, ഒന്നാണെന്ന് തിരിച്ചറിയുക. ആ വലിയ ബോധത്തിൽ അങ്ങ് ലയിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു രൂപകമാണ്. ആത്മീയ സ്വാതന്ത്ര്യം, അതായത് മോക്ഷം നേടാനുള്ള വഴിയെക്കുറിച്ചുള്ള ഒരു സിംബൽ. ഭവാരണ്യ കുഠാരിക. സംസാരമെന്നു പറഞ്ഞാൽ ഈ ലൗകിക ജീവിതം, ജനന മരണങ്ങളുടെ ഈ ചക്രം, അതിനെ ഒരു ഇടതൂർന്ന കാടായി സങ്കൽപ്പിക്കുക. ആ കാടിനെ വെട്ടിത്തെളിക്കാനുള്ള കോടാളിയാണ് ദേവി. എന്ത് മനോഹരമായൊരു സങ്കല്പമാണല്ലേ? അപ്പോ എന്താണ് ഈ വനം? അത് നമ്മുടെ ആഗ്രഹങ്ങളുടെയും ബന്ധനങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയുമൊക്കെ ഒരു കെട്ടുപിണഞ്ഞ വലയാണ്. നമ്മളെ ഈ ജനനമരണ ചക്രത്തിൽ വീണ്ടും വീണ്ടും കുടുക്കിയിടുന്ന ഒരു കുരുക്ക്. ഇതിനെയാണ് ആത്മീയ സാധനയിലൂടെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുന്നത്.
അപ്പോ ആ കോടാലി എന്താണ്? അതാണ് ദേവിയുടെ കൃപ. ഞാൻ വേറെ, ഈ ലോകം വേറെ എന്നൊക്കെയുള്ള നമ്മുടെ തെറ്റിദ്ധാരണയെ വെട്ടിമാറ്റുന്ന ആ കോടാലി. ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഈ സംസാരമാകുന്ന കാട് വെട്ടിത്തെളിച്ച് നമുക്ക് മോക്ഷത്തിലേക്കുള്ള വഴി കാണാൻ സാധിക്കൂ. ഇവിടെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം വരുന്നത്. ഒരുതരം വിരോധാഭാസം പോലെ തോന്നും. ഈ ലോകമെന്ന മായ, നമ്മളെ കുടുക്കിയിടുന്ന ഈ ഇല്യൂഷൻ, അത് സൃഷ്ടിക്കുന്നത് അതേ ദൈവിക ശക്തി തന്നെയാണ്. എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴിയും താക്കോലും തരുന്നത് അതേ ശക്തി തന്നെ. ഒന്നാലോചിച്ചു നോക്കൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ലളിതയുടെ ഈ 1000 പേരുകളും വെറും പേരുകളല്ല. അവയോരോന്നും ഓരോ താക്കോലുകളാണ്. യാഥാർത്ഥ്യത്തെയും നമ്മുടെ ബോധത്തെയും നമ്മൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഓരോ വാതിലുകൾ തുറന്നു തരുന്ന താക്കോലുകൾ. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം വരും. ഒരൊറ്റ പേരിന് ഒരു പ്രപഞ്ചത്തോളം അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ദിവസവും കാണുന്ന ഈ ലോകത്തിലും നമുക്ക് ചുറ്റുമുള്ള ആളുകളിലുമൊക്കെ എത്രയെത്ര ആഴങ്ങളായിരിക്കും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാവുക, അല്ലേ? ഇതൊന്ന് ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്.